നാം നല്ല ഫലം കായ്ക്കുന്നവരാണോ? വിശ്വാസികൾ നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരാകണമെന്ന മനോഹര ദൈവിക നിർദ്ദേശം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മൾ അങ്ങനെയാണോ? മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 35-ാം വാക്യത്തിൽ പറയുന്നു, നല്ലവനായ ഒരുവൻ അയാളുടെ ഹൃദയത്തിൽ നന്മ സൂക്ഷിക്കുന്നു, അതിനാൽ അവന് സ്വന്തം ഹൃദയത്തിൽ നിന്ന് വരുന്ന നല്ല കാര്യങ്ങൾ സംസാരിക്കാനാകുന്നു. എന്നാൽ ദുഷ്ടനായ ഒരുവൻ്റെ മനസ്സിൽ ദുഷ്ടത നിറയുന്നു, അതിനാൽ അയാൾ സംസാരിക്കുന്നത് അയാളുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന ദുഷിച്ച കാര്യങ്ങളാകും. ഹൃദയം നിറഞ്ഞു കവിയുന്നതാണല്ലോ ഒരാളുടെ വായിലൂടെ പുറത്തു വരുന്നത്. നന്മ നിറഞ്ഞ ഒരു മനസ്സെപ്പോഴും നല്ല വാക്കുകളും നല്ല പ്രവൃത്തികളും പുറപ്പെടുവിക്കുന്നു. അതുപോലെ ദുഷ്ടനായവൻ തൻ്റെ ഹൃദയത്തിലെ തിന്മയിൽ നിന്നും തിന്മ പ്രകടിപ്പിക്കുന്നു. നല്ല വൃക്ഷം ഒരിക്കലും ചീത്ത ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നില്ല. നമ്മളുടെ പുറത്തു വരുന്ന പ്രവൃത്തികളും നമ്മുടെ സ്വഭാവങ്ങളുമൊക്കെയാണ് യഥാർത്ഥത്തിൽ നമ്മളിൽ കായ്ക്കുന്ന ഫലങ്ങൾ. പിതാവാൻ ദൈവം നമുക്ക് തരുന്ന സ്നേഹവും നന്മയും ക്ഷമയും സ്വീകരിക്കുക മാത്രമല്ല, ചിലതൊക്കെ തിരികെ കൊടുക്കാനും നാം കടപ്പെട്ടവരാണ്, ബാധ്യസ്ഥരാണ്. അങ്ങനെയെങ്കിൽ നാം ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന നല്ല പ്രവൃത്തികളാകുന്ന നല്ല ഫലങ്ങൾ നൽകുന്നവരാകണം. നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിലിടുക തന്നെ ചെയ്യുമെന്ന് മത്തായി തൻ്റെ സുവിശേഷം 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ആയതിനാൽ ദൈവത്തിന്, സഭയ്ക്ക്, സഹോദരങ്ങൾക്ക്, മറ്റുള്ളവർക്കെല്ലാവർക്കും പ്രയോജനമുള്ളവരായി നമുക്ക് മാറാം. നമ്മുടെ ഹൃദയം നന്മയാൽ നിറയട്ടെ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നവരാകട്ടെ, നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരായി മാറട്ടെ.